ചില പഠനങ്ങൾ പറയുന്നത് 18% അല്ലെ 20%തോളം സ്ത്രീകളിൽ ആത്മഹത്യാ ചിന്തകൾ വരുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം അത് വളരെ ഗുരുതരമായ അവസ്ഥയാണ്. കാരണം ആത്മഹത്യയെ പറ്റിയുള്ള ചിന്തകൾ വരികയും അതൊരു ആക്ഷനിലേക്ക് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് അമ്മമാരെ നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ ഇത് തന്നെ കാണിക്കുന്നത് നമുക്ക് വേണ്ടത്ര പരിഗണന, അമ്മമാരുടെ മാനസിക ആരോഗ്യത്തിന് വേണ്ടത്ര പരിഗണന നമ്മൾ ഇതുവരെ കൊടുത്തു തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ ഈ കോവിഡ് കാലത്ത് ഇത്രയും മരണം അമ്മമാർക്കിടയിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. ഇത് പ്രശ്നം തിരിച്ചറിയപ്പെടാതെ പോകുന്നു, വേണ്ടത്ര പരിഗണന കിട്ടാതെ പോകുന്നു. സർക്കാർ സംവിധാനത്തിൽ വേണ്ടത്ര പരിഗണന ഇനിയും ഇത് കൊടുക്കേണ്ടിയിരിക്കുന്ന ഇങ്ങനെയൊരു അവസ്ഥയാണ് ഇപ്പം നിലവിലുള്ളത്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, സിംഗിൾ റീസൺ നമ്മൾ എടുക്കുകയാണെങ്കിൽ, അതായത് ഒരു സിംഗിൾ സൈക്കോസോഷ്യൽ റീസൺ ഫോർ പെരിനാറ്റൽ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് വയലൻസ് അല്ലെങ്കിൽ ഇൻറ്റിമേറ്റ് പാർട്ട്ണർ വയലൻസ് പറയും. അത് ഭാര്യാഭർത്തൃ ബന്ധത്തിലെ പ്രശ്നങ്ങൾ വളരെയധികം ഈ പെരിനാറ്റൽ പീരീഡിൽ, ഗർഭാവസ്ഥയിലോ പ്രസവത്തിന് ശേഷമോ അമ്മമാർക്കുണ്ടാകുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങളിൽ വളരെയധികം വില്ലനായിട്ട് ഈ ഒരു ഇൻറ്റിമേറ്റ് പാർട്ട്ണർ വയലൻസ് ഒരു കാരണമാകുന്നുണ്ട്. ഇതിന് വേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിക്കുക എന്നുള്ളതാണ് ഇതിന് ചെയ്യാൻ പറ്റുന്നത്. നമ്മളുടെ നാട്ടിൽ ഒരു പരിധിവരെ കേരളത്തിലെ ഒരു ആരോഗ്യ സംവിധാനം എടുക്കുകയാണെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സംവിധാനമാണ്. പക്ഷേ എന്നാലും ഏറ്റവും ബേസിക്കായിട്ട് വർക്ക് ചെയ്യുന്ന അല്ല അടിസ്ഥാനപരമായിട്ട് വർക്ക് ചെയ്യുന്ന സ്റ്റാഫിൻ്റെ ഇടയ്ക്കൊന്നും ഈ അമ്മമാരുടെ മാനസിക ആരോഗ്യ പ്രശ്നങ്ങളെ പറ്റിയുള്ള അറിവ് വളരെ കുറവാണെന്ന് പറയാനൊരു ഉദാഹരണത്തിന് അംഗൻവാടി വർക്കേഴ്സ്, JPHന്മാർ, പ്രൈമറി ലെവൽ ഹോസ്പിറ്റലുകളിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലെ ഡോക്ടർമാർ, ഇങ്ങനെയുള്ള ആൾക്കാർക്കിടയിലും ഈ ഒരു മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള അവബോധവും ട്രെയിനിങ്ങും അവർക്ക് വേണ്ടതാണ്. അതോടൊപ്പം സ്പെഷ്യലിസ്റ്റുകൾ, അതായത് ഗൈനക്കോളജിസ്റ്റുകൾ, മറ്റു ഡോക്ടർമാർ, പീഡിയാട്രിഷ്യൻസ്, സൈക്യാട്രിസ്റ്റുകൾ അല്ലെങ്കിൽ മറ്റ് മാനസികാരോഗ്യ പ്രവർത്തകർക്കും ഈ ഒരു മെറ്റേണൽ മെൻ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ പെരിനാറ്റൽ മെൻ്റൽ ഹെൽത്തിനെ പറ്റി കുറച്ച് അധികം ആഴത്തിലുള്ള അറിവുകൾ അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ ഇത് വളരെ കൃത്യമായിട്ട് നമുക്ക് ചികിത്സിച്ച് എടുക്കാൻ പറ്റുള്ളൂ. സ്പെഷ്യൽ സെൻറ്റേഴ്സ് ഇല്ലെങ്കിൽ, ഇപ്പം നിംഹാൻസ് പോലെയുള്ള സ്പെഷ്യൽ സെൻറ്റേഴ്സ് നല്ലതാണ്. അതായത് അമ്മമാരെയും പ്രസവശേഷമൊക്കെ ആണെങ്കിലും അമ്മമാരെയും കുഞ്ഞുങ്ങളെയും ഒരുമിച്ച് കിടത്തി ചികിത്സിക്കുന്ന സംവിധാനങ്ങളൊക്കെ ഉള്ളത് നല്ലതാണ്. പക്ഷേ എങ്കിലും അതിന് ഒരുപാട് ലിമിറ്റേഷൻസ്, അതായത് അതിന് സാമ്പത്തികമായിട്ടും മറ്റ് ഘടനാപരമായിട്ടുള്ള സിസ്റ്റമിക് ആയിട്ടുള്ള കുറേ ചേഞ്ചസും ചലഞ്ചസും ഒക്കെ ഉണ്ടാവാം. എങ്കിൽ പോലും നേരത്തെ സ്ക്രീൻ ചെയ്യുകയും നേരത്തെ കണ്ടുപിടിക്കുകയും നേരത്തെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുകയും ചെയ്യുന്നത് തന്നെ ഒരു പരിധിവരെ ഈ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാനും മാനേജ് ചെയ്യാൻ പറ്റും. വലിയൊരു റിസ്ക് എന്ന് പറയുന്നത് ഇത് നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അമ്മമാർക്ക് ഇടയിലുണ്ടാകുന്ന ആത്മഹത്യ, അതൊരു വലിയൊരു ഗുരുതരമായ പ്രശ്നമാണ്. നമ്മൾ കേട്ടിട്ടുണ്ടാകും പലപ്പോഴും അമ്മമാർ ചെറിയ കുഞ്ഞുങ്ങളെ കൊന്നു എന്ന് പറയുന്നൊരു അവസ്ഥ. അപ്പം അത് ഇൻഫൻറ്റിസൈഡ്, കുഞ്ഞുങ്ങളെ കൊല്ലാനുള്ള അമ്മമാരുടെ പ്രവണത. അപ്പോൾ പലപ്പോഴും ഇത് പ്രവണത എന്ന് പറയുന്നത് അമ്മമാർക്ക് ഈ ഗുരുതരമായിട്ട് രോഗാവസ്ഥ മൂലമായിരിക്കാം കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിൽ എത്തുന്നത്. ഇപ്പോൾ ഒരു കേസ് ഓർത്തു പോവുകയാണ്. നമുക്കവിടെ അഡ്മിറ്റ് ആയിരുന്നൊരു കേസിൽ ആ അമ്മയുടെ കുഞ്ഞ് ജനിച്ചു. അമ്മ ഞങ്ങളുടെ അടുത്ത് അഡ്മിറ്റ് ആകുന്നത് കുഞ്ഞിന് ഒരാഴ്ച പ്രായമുള്ളപ്പോഴാണ്. ആ അമ്മ വളരെ അസ്വസ്ഥത പ്രകടിപ്പിച്ചു. പ്രസവം കഴിഞ്ഞ് 2 ദിവസം ആകുമ്പോഴേ വളരെ അസ്വസ്ഥത പ്രകടിപ്പിച്ചു. അമ്മയായിട്ട് സംസാരിച്ചു. നമുക്ക് സമയത്ത് വളരെ കൃത്യമായിട്ട് മനസ്സിലായത് അമ്മയുടെ വിശ്വാസം ഈ കുഞ്ഞ് ഒരു അസുരജന്മമാണെന്നും ഈ അമ്മയെയും ഫാമിലിയെയും തകർക്കാൻ ശേഷിയുള്ള അല്ലെങ്കിൽ നശിപ്പിക്കാനാണ് കുഞ്ഞിൻ്റെ ജനനം എന്നുള്ളൊരു ഡെലൂഷനായിരുന്നു അമ്മയ്ക്ക്. ആ ഡെലൂഷൻ്റെ മുകളിലാണ് അമ്മ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിച്ചത്. അപ്പോൾ അത് പക്ഷേ ഭാഗ്യത്തിന് അവരുടെ വീട്ടുകാർക്കത് നേരത്തെ മനസ്സിലാക്കാൻ പറ്റി. അവർ അഡ്മിറ്റായി. പിന്നെ ഒരു 1-2 ആഴ്ച കൊണ്ട് അവർ ഭേദപ്പെട്ടു. അതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ടത്, സാധാരണ ഇന്ത്യൻ ഒരു കോണ്ടെക്സ്റ്റിലൊക്കെ ഭർത്താക്കന്മാരുടെ ഒരു ഇൻവോൾവ്മെൻ്റ് ഒക്കെ വളരെ കുറവായിരിക്കും. പക്ഷേ എങ്കിൽ പോലും നമ്മൾ കാണുന്ന മറ്റൊരു കാഴ്ച, ഒരു 5% അച്ഛന്മാരിലും ഇങ്ങനെ അമ്മമാരിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ 5% അച്ഛന്മാരിലും ഈ ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു മാനസികാരോഗ്യ പ്രശ്നങ്ങൾ കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അമ്മമാരുടെ മാനസികാരോഗ്യ പ്രശ്നം എന്ന് പറയുന്നത് അമ്മമാരെ മാത്രം ബാധിക്കുന്നതല്ല. അത് അവരുടെ കുഞ്ഞിനെ ബാധിക്കും, അവരുടെ ഭർത്താക്കന്മാരെ ബാധിക്കും, അത് മൊത്തം ഫാമിലിയെ തന്നെ ബാധിക്കും. ഞങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും ഈ അമ്മമാരെ ഗുരുതര പ്രശ്നം ഉണ്ടെങ്കിൽ പോലും ഇവർ ആദ്യം കൊണ്ടുപോകുന്ന വല്ല അമ്പലങ്ങളിലേക്കും പള്ളികളിലേക്കും മറ്റുമൊക്കെ ആയിരിക്കും. അവിടെ ചെല്ലുന്നു, പല പൂജാവിധികളിലൂടെയും. അതുതന്നെ ഇവർക്ക് വളരെ ട്രോമറ്റിക്കാണ്.
അത് തന്നെ ഇവരുടെ മാനസികാരോഗ്യ പ്രശ്നം കൂട്ടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തീർത്തും അവശയായി അല്ലെങ്കിൽ തീർത്തും ഗുരുതരമായിട്ടുള്ള വളരെ തീവ്രമായിട്ടുള്ള ഒരവസ്ഥയായിട്ടാണ് അമ്മമാർ പിന്നീട് നമ്മളെടുത്തെത്തുന്നത്. പ്രൈമറി ട്രീറ്റ്മെൻറ്റ് വളരെ ശാസ്ത്രീയമായിട്ടുള്ള ഈ ഒരു ചികിത്സയ്ക്ക് ഉതകുന്ന മാനസികാരോഗ്യ വിദഗ്ധൻ്റെ അടുത്തെത്തിക്കുകയും വേണ്ട ചികിത്സ നൽകുകയാണ്. പലപ്പോഴും ഞങ്ങൾ കണ്ടിട്ടുള്ള മറ്റൊരു പ്രവണത എന്ന് പറഞ്ഞാൽ ഗർഭിണിയായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ പ്രസവശേഷമൊക്കെ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ, മാനസികരോഗം വന്നു കഴിഞ്ഞാൽ അത് ഡിവോഴ്സിലേക്കൊക്കെ നീളുന്നത് കണ്ടിട്ടുണ്ട്. പലപ്പോഴും അതിനുള്ള പഴി പറയാറുള്ളത് കല്യാണത്തിന് മുമ്പേ അസുഖം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഈ ഗർഭിണിയാകുമ്പോൾ ഈ അസുഖം വന്നത്, അല്ലെങ്കിൽ പ്രസവശേഷി അസുഖം വന്നത് എന്നൊക്കെ കുറ്റങ്ങൾ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ട് പല കേസുകളും ഡിവോഴ്സിലേക്ക് നീളുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതോടൊപ്പം കണ്ടിട്ടുള്ള മറ്റൊരു പ്രവണതയാണ് ഈ അസുഖം വന്നു കഴിഞ്ഞാൽ കുട്ടിയെ നോക്കാതിരുന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീട്ടിലെ ജോലികൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ മറ്റ് ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്തു നിന്നുള്ള വളരെ മോശമായിട്ടുള്ള പെരുമാറ്റങ്ങൾ, അടിയും തൊഴിയും വരെ സ്ത്രീകൾ അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളത് പല സ്ത്രീകളും നമ്മുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കുഞ്ഞിനെ അപായപ്പെടുത്തിയ ഏതൊരമ്മയും അവരൊരു കൃത്യമായിട്ടുള്ള മാനസികാരോഗ്യ പരിശോധനയ്ക്ക് വിധേയരാകുകയും അവർ മാനസിക രോഗം മൂലമാണോ ഈ ഒരു അപായപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് എത്തിയത് എന്ന് പരിശോധിക്കുകയും അങ്ങനെയെങ്കിൽ അത് മാനസിക രോഗം മൂലമാണെങ്കിൽ കൃത്യമായിട്ട് ചികിത്സ ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നുള്ളത് നിയമവ്യവസ്ഥയുടെയും ഒരു ബാധ്യതയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അഥവാ അങ്ങനെയൊരു ശ്രമം നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ കേസ് കോടതിയിൽ എത്തുന്ന സമയത്ത് എന്തായാലും ജഡ്ജസിൻ്റെ ഭാഗത്തുനിന്ന് വേണ്ടൊരു സേവനം എന്ന് പറയുന്നത് കൃത്യമായിട്ടും ഈ അമ്മമാരെ, അതായത് കുഞ്ഞുങ്ങളെ അപായപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട കേസുകളായിട്ട് വരുന്ന എല്ലാ അമ്മമാരെയും മാനസികാരോഗ്യ വിദഗ്ധർ ഒരു ടീമായിട്ട് തന്നെ ഈ അമ്മമാരെ വിലയിരുത്തുകയും എന്താണ് അവർക്ക് വേണ്ട ഇടപെടലുകൾ നടത്തേണ്ടത് എന്നാലോചിച്ച് അത് വേണ്ടത് ചെയ്യിപ്പിക്കുകയും ചെയ്യണമെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്.